നമസ്കാരം. ഇന്ന് ദീപികയിൽ വന്ന ഒരു വാർത്തയാണ്. ഒഡീഷയിൽ പാസ്റ്ററെ ആക്രമിച്ച ശേഷം ചെരുപ്പുമാല അണിയിച്ച് ഗ്രാമത്തിലൂടെ നടത്തുകയും കെട്ടിയിട്ട ചാണകം തീറ്റുകയും ചെയ്തതായിട്ടാണ് പരാതി എന്നാണ് ദീപികയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത. ധങ്കൽ ജില്ലയിലെ പർജ് ഗ്രാമത്തിൽ കഴിഞ്ഞ 4 നടന്ന സംഭവം ഇന്നലെയാണ് പുറം ലോകം അറിയുന്നത്. വീട്ടിൽ പ്രാർത്ഥനാ യോഗം നടക്കുന്നതിനിടെ മതപരിവർത്തനം ആരോപിച്ച പാസ്റ്റർ വിപിൻ ബിഹാരി നായിക്കിനാണ് ആക്രമണത്തിന് ഇരയായത്. ഏതാനും പേർക്കൊപ്പം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ജയ് ശ്രീറാം വിളികളുമായി എത്തിയ 40ഓളം പേരടങ്ങുന്ന ബജരംഗ് പ്രവർത്തകരാണ് അതിക്രമം നടത്തിയത് എന്ന് ഭാര്യ വന്ദന പറഞ്ഞു. ഇതാണ് വാർത്ത. സത്യത്തിൽ നേരത്തെ ആയിരുന്നെങ്കിൽ ദീപികയുടെ ഈ വാർത്തകളൊക്കെ ആൾക്കാർ വിശ്വസിച്ചേനെ. പക്ഷേ ഇപ്പോൾ ആൾക്കാർ തന്നെ വന്ന് ട്രോളാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാൻ അനിൽ ജോസ് എന്ന സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ഫേസ്ബുക്കിൽ പങ്കുവച്ച് ആണ് ഈ വാർത്ത ശ്രദ്ധിക്കുന്നത്. ഇന്നത്തെ പ്രധാന വാർത്തയായിട്ടാണ് ഇത് ദീപികയിൽ വന്നിരിക്കുന്നത്. ഒഡീഷയിലെ ഇലക്ഷൻ വർക്ക് ആരംഭിച്ചല്ലോ എന്ന് തോന്നിയെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടാകാം എന്ന് കരുതിയാണ് വാർത്ത ശ്രദ്ധിച്ചത് എന്നാണ് അനിൽ ജോസ് പറയുന്നത്. 140 കോടി ജനങ്ങളും അതിൽ തന്നെ നല്ല ശതമാനം ഗോത്രവാസികളുമുള്ള നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടല്ലോ. ദീപികയുടെ ഫ്രണ്ട് പേജിലെ ഇന്നത്തെ ഒരു പ്രധാന വാർത്തയാണ് ഇത്. എന്തായിരിക്കും ശരിക്കും സംഭവിച്ചത് എന്നറിയാൻ വേണ്ടി ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കത്തോലിക് കണക്ട് CCBI കോൺഫറൻസ് ഓഫ് കത്തോലിക് ബിഷപ്സ് ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ജനുവരി 19 വാർത്തയുണ്ട്. ചാണകം തീറ്റിച്ചു എന്നാണ് ദീപികയുടെ വാർത്തയെങ്കിലും ചാണകം തിന്നാൻ നിർബന്ധിച്ചു എന്നാണ് ആ വാർത്ത. വാർത്തയുടെ സോഴ്സ് നോക്കിയപ്പോൾ അത് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് എന്നാണ് പറയുന്നത്. ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഓൺലൈനിൽ ഇതേ വാർത്ത ജനുവരി 17 വന്നിട്ടുണ്ട്. മക്തൂബ് മീഡിയയുടെ ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് പറഞ്ഞ വിവരങ്ങളാണെന്നാണ് പറയുന്നത്. പാസ്റ്ററുടെ ഭാര്യയും മക്തൂബ് മീഡിയ പ്രതിനിധിയോട് സംസാരിച്ചിട്ടുണ്ടത്രേ. പാസ്റ്ററുടെ ഭാര്യ പറയുന്നത് ഓടി രക്ഷപ്പെട്ടത് കൊണ്ട് അവർക്കും മക്കൾക്കും തല്ലു കിട്ടിയില്ല എന്നാണ്. ബാക്കി അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും കിട്ടി. ഇത് മക്തൂബ് മീഡിയ പറയുന്നതാണ്. മക്തൂബ് മീഡിയ എന്താണ് ഏതാണ് എന്നൊക്കെ അറിഞ്ഞേക്കാമെന്ന് കരുതി നോക്കിയപ്പോൾ ഉടമസ്ഥൻ്റെ പേര് അസ്ലാ ഖയാല ഖത്ത്. ആരാണ് എവിടെ നിന്നാണെന്നൊക്കെ നോക്കിയപ്പോൾ നമ്മുടെ കോഴിക്കോട്ടുകാരൻ. മക്തൂബ് മീഡിയയുടെ ഹെഡ് ഓഫീസും നമ്മുടെ കോഴിക്കോട്. മക്തൂബ് മീഡിയ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ജനുവരി 17 സംഭവം നടന്നത് ജനുവരി 4 പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിലാണ് ദീപിക വാർത്ത കണ്ടെത്തുന്നത്, വാർത്ത പുറത്തുവിടുന്നത്. ഇതിനെ ട്രോളിക്കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇവരോട്, തിരഞ്ഞെടുപ്പ് വർക്കിംഗ് കൊട്ടേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് തുറന്നു പറയണം. സപ്ലിമെൻ്റ് ഇറക്കാൻ നോക്കുക. കാശ് കൊടുത്താണ് ഞങ്ങൾ പത്രം വാങ്ങുന്നത്. നിനക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇട്ടിട്ട് പോടാ എന്ന് പറയാൻ തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്നറിയാം. പക്ഷെ സൗകര്യമില്ല എന്ന് പറയുന്നു. കാരണം വേറൊന്നും കൊണ്ടല്ല, സമുദായ പത്രം എന്ന പേരുദോഷം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങളുടെ അജണ്ടകളുടെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കാൻ ഞങ്ങൾ ക്രിസ്ത്യാനികൾ ബാധ്യസ്ഥരാണ് എന്നതുകൊണ്ടാണ് ഇത് പറയേണ്ടി വരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ദീപിക വാർത്ത കണ്ടത്. മുൻ സൂചിപ്പിച്ചതുപോലെ ഈ രീതിയിൽ വാർത്ത കണ്ടെത്തിയാൽ ഈ രീതിയിലാണ് ദീപിക വാർത്തകൾ എഴുതുന്നെങ്കിൽ ഇതിന് മഞ്ഞപ്പത്രത്തിൻ്റെ ക്വാളിറ്റി പോലും ഇല്ല എന്ന് പറയേണ്ടി വരും. ഇനി മഞ്ഞപ്പത്രത്തിൻ്റെ ക്വാളിറ്റി ഇല്ലെങ്കിലും ദീപികയ്ക്ക് അതിജീവിച്ച് പോകാം. പക്ഷെ നിങ്ങൾ ഈ ചെയ്യുന്നതിൻ്റെ ചെയ്തികൾ അനുഭവിക്കേണ്ടി വരുന്നത് ഈ നാട്ടിലെ ക്രിസ്ത്യാനികളാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വാർത്തകളുമായി ഇങ്ങോട്ട് വരരുത്. ഇതിന് ഇന്നിപ്പോൾ ധാരാളം സോഴ്സുകളുണ്ട്. പഴയ കാലമൊന്നുമല്ല. സോഷ്യൽ മീഡിയ പരിധിയിൽ തന്നെ ഇതിൻ്റെ എല്ലാ സോഴ്സുകളും കൃത്യമായിട്ട് കിട്ടും. നിങ്ങൾക്ക് ഈ വർഗീയ ഭീകരവാദികളോട് ചേർന്ന് നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ മറ്റെവിടെയെങ്കിലും കൊണ്ട് തീർക്കുക, അന്നേ പറയാനുള്ളൂ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.